ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു ഓൾഡ് സാരി മേക്ക് ഓവർ വീഡിയോ കണ്ടാലോ? ഇതെനിക്ക് പുറത്തേക്ക് തന്നെ ചെയ്ത് കൊടുക്കാനുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ കസ്റ്റമർ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു സാരിയിൽ 2 ബ്ലൗസും ഒരു സ്കേർട്ടും ആയിരുന്നു ചെയ്യേണ്ടിയെന്ന് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ മുന്താണി ഭാഗത്താണെങ്കിലും 2 രീതിയിൽ തന്നെയാണ് അതിൻ്റെ ബോർഡർ വന്നിരുന്നത് വെച്ചത്. അങ്ങനെ ആദ്യമേ തന്നെ ആ ഒരു മുന്താണി ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ സൈഡ് കൂട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് അയൺ ചെയ്തെടുക്കണമെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു പ്ലീറ്റൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. ചെറിയൊരു ഫ്രില്ല് പോലെ കൊടുക്കുന്ന രീതിയാണ് ഇതിൻ്റെ സ്ലീവ് ചെയ്തിരിക്കുന്നത്. അത് ക്രോപ്പ് ടോപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത് ഒക്കെ കൂട്ടിയിട്ട് ഒരു പഫ് സ്ലീവ് ഒക്കെ വരുന്ന രീതിയിൽ രണ്ടും 2 പാറ്റേണിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഏത് ടൈപ്പിലെ സ്കേർട്ടിൻ്റെ കൂടെയാണെങ്കിലും ഇപ്പോൾ എല്ലാവരും ക്രോപ്പ് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാരണം ലെങ്ത് കൂട്ടി ബ്ലൗസ് തയ്ച്ചെടുക്കുന്നത് പൊതുവേ കുറവാട്ടോ. സ്കേർട്ടും ടോപ്പും ഷോളും ആയിട്ട് വരുന്ന അടുത്തൊരു സെറ്റായിരുന്നു കേട്ടോ പിന്നെ ചെയ്യാനുണ്ടായിരുന്നത്. ഇത് ഞങ്ങളുടെ മീരക്ക് ഒരു കല്യാണ റിസപ്ഷന് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്ന വർക്കായിരുന്നേ. പക്ഷേ തയ്ക്കണതിന് 2-3 ദിവസം മുമ്പാണെങ്കിലും എനിക്ക് മോളുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് ആന്ധ്ര വരെ പോകേണ്ടി വന്നത് കാരണം അതിൻ്റെ വർക്ക് അങ്ങനെ പെൻഡിങ് ആക്കി വെച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ പോയി വന്ന ശേഷം അന്ന് റിസപ്ഷൻ്റെ അന്ന് വൈകുന്നേരമാണ് ഞാനിത് അവൾക്ക് തയ്ച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുവന്ന സമയത്താണെങ്കിലും ഷോളിൻ്റെ സൈഡിൽ 4 വശവും സ്കാലപ്പൊക്കെ ചെയ്യാമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു സമയത്ത് അത് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നെറ്റിൻ്റെ പീസൊക്കെ സൈഡിൽ അടിച്ചു പിടിപ്പിച്ചിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.